തക്കുടുവാവ ജാസ്മിനോട് പിണങ്ങി. തന്നെ ഒറ്റയ്ക്കിട്ട് പോകാതെ നോക്കിയ ജാസ്മിനോട് തക്കുടുവാവ പിണങ്ങി. ഈ തക്കുടുവാവ മിക്കവാറും ശ്രീധുവിനെ നോട്ടിട്ടുണ്ടോ എന്ന് ചെറിയ അർജുൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്, അദൃശ്യനാണ് പലപ്പോഴും എങ്കിലും അർജുൻ ഇപ്പോൾ മുന്നേക്ക് വരുന്നുണ്ട്. ആൻഡ് അർജുൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്, ഭയങ്കര കൂളായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം ഹിരയാമ പോലുള്ള ഒരു വലിയ ഡിസീസ് ഉള്ള ഒരു വ്യക്തിയാണ്, നമുക്ക് ആലോചിക്കണം നിങ്ങൾ. ആ ഡിസീസും വെച്ചുകൊണ്ടാണ് കക്ഷി കളിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അർജുൻ. അപ്പോൾ അർജുൻ പവർ ടീമിൽ വരുന്നത് നല്ലത് തന്നെയാണ്. ബിഗ് ബോസിലും അർജുൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. കാരണം അത് പലർക്കും ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലർക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അർജുനെ കാണുന്നത്. ഹലോ, അപ്പോൾ കൊടുക്കേണ്ട എല്ലാം വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ കൊടുത്തു. എവിക്ഷൻ ഇല്ല, ഈസ്റ്ററും കൂടെയാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ്. അപ്പോൾ ഹൗസിലുള്ളവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കാവുന്ന അല്ലെങ്കിൽ അവരെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാവുന്ന, മോട്ടിവേറ്റ് ചെയ്യാവുന്ന ഒക്കെ കരുതിയാണ് ലാലേട്ടൻ വന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫൺ ഗെയിമും കാര്യങ്ങളായിട്ടാണ് ഈസ്റ്റർ മുന്നോട്ട് പോയത്. ലാലേട്ടൻ വന്നിട്ട് ജാസ്മിനെ കുറച്ച് അപ്രീഷിയേറ്റ് കൂടെ ചെയ്തു. ജാസ്മിനോട് ചോദിച്ചു ഇവിടെ അദൃശ്യരായിട്ടിരിക്കുന്നവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ളവർ ആരൊക്കെയാണ്. അപ്പോൾ ജാസ്മിൻ കാര്യകാരണ സഹിതം 3-4 പേരുടെ പേര് പറഞ്ഞു, യമുനെ പോലുള്ളവരുടെ പേരുകൾ. അതിന് ലാലേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്തു. ഇനി സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് കുറച്ച് കൂടുതൽ ജാസ്മിന് കൊടുത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, എന്നാലും അപ്രീഷിയേറ്റ് ചെയ്തത് ജാസ്മിനും സന്തോഷമായി. അതിനുശേഷം കുറച്ച് ബോസ് നിലയം പോലുള്ള, ബോസമ്മ നിലയം പോലുള്ള കുറച്ച് സ്കിറ്റൊക്കെ നടന്നു. സ്കിറ്റ് ബോറായിരുന്നു. അതിന് എൻ്റെ മാത്രം പ്രശ്നമാണോ, എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്തോ, എനിക്ക് അത്യാവശ്യം ബോറായിട്ടാണ് സ്കിറ്റ് തോന്നിയത്. എഴുതാൻ അറിയാവുന്ന ആരും ആ ടീമിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ എഴുതാൻ അറിയാവുന്ന ആരും ഇല്ല എന്ന് തോന്നുന്നു. അഭിനയിക്കാൻ അറിയാവുന്ന ഇഷ്ടംപോലെ പേരുണ്ട്, എഴുതാൻ അറിയാവുന്ന ഇല്ലാത്തതുകൊണ്ടായിരിക്കണം എന്തോ ഒരു രസം തോന്നിയില്ല. ബോറൻ സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫാഷൻ ഷോയും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ കുറച്ച് ഫൺ ഗെയിമും ബിസ്ക്കറ്റ് വിട്ടൽ പോലുള്ള ഫൺ ഗെയിമും ഒക്കെ ആയിട്ട് ഈസ്റ്റർ അങ്ങോട്ട് കടന്നുപോയി. അപ്പോൾ അതിനിടയ്ക്ക് പവർ റൂമിന് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പവർ റൂമിന് പവർ കുറഞ്ഞു പോയി എന്ന് ബിഗ് ബോസിനും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു പവർ ടീമിലേക്ക്, അല്ലെങ്കിൽ പവർ ടീമിലേക്ക് ഒരാൾ കൂടെ വേണോ എന്ന്. അപ്പോൾ ജിൻഡോ പറയുന്നത് തനിക്ക് പവർ അത്യാവശ്യത്തിനുണ്ട്, അത്യാവശ്യമുള്ള നല്ല പവർ ഉണ്ട്, അതുകൊണ്ട് പവർ ടീമിൽ ഇനി ആരും വേണ്ടെന്നാണ്. കക്ഷിക്ക് വേറെ ആരുമില്ല, താൻ ഒറ്റയ്ക്ക് പവർ ടീമിലാണെങ്കിലും സന്തോഷമാവും. പക്ഷേ രശ്മിൻ പറയുന്നത് താൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാൾ വേണമെന്നാണ്. അപ്പോൾ ജിൻഡോയ്ക്കിട്ടാണ് കുത്തിയത് രശ്മിൻ. പക്ഷേ ജിൻഡോയ്ക്ക് അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായാലും രശ്മിനോട് മുട്ടാനായിട്ട് ജിൻഡോ പോകത്തില്ല. കാരണം ജിൻഡോയ്ക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. ജിൻഡോ മുട്ടാൻ പോകുന്നുണ്ടെങ്കിൽ നോറ മുസ്കാനാണ് സ്ഥിരം വേട്ടമൃഗം, നമുക്ക് കണ്ടിട്ടുണ്ട്, നമ്മൾ കുറേ തവണ കണ്ടതാണല്ലോ. അപ്പോൾ രശ്മിൻ പറഞ്ഞ് അല്ല, എനിക്ക് പറഞ്ഞാൽ അറിയാവുന്ന ആരെങ്കിലും ഒരാൾ വേണം ബിഗ് ബോസ് അല്ല പവർ റൂമിൽ. അപ്പോൾ 3 ടീമിൽ നിന്ന് ഓരോരുത്തർ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടണൽ റൂമിൽ നിന്ന് ജാസ്മിനും റെഡിയാണ് പവർ ടീമിലേക്ക് പോകാൻ, യമുനയും റെഡിയാണ്, ശ്രീരേഖയും റെഡിയാണ്. അപ്പോൾ ജാസ്മിൻ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗബ്രിയുടെ മുഖത്തൊരു ഞെട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഗബ്രിയോട് സജഷൻ ചോദിച്ചപ്പോൾ ഗബ്രി പറഞ്ഞത് യമുനയുടെ പേരാണ്. അപ്പോൾ ലാലേട്ടൻ ഒരു ചെറിയ കുത്തു കൊടുത്തു, എന്താ ജാസ്മിന്റെ പേര് പറയാത്ത. അപ്പോൾ പറഞ്ഞു ജാസ്മിൻ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതായത് ലാലേട്ടൻ ഒരു ചെറിയ ഒരു ഉന്ത് കൊടുത്തതാണ്, ഒരു കുത്തു കൊടുത്തതാണ്. എന്തായാലും ജാസ്മിനും താല്പര്യം ഉണ്ടായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ടീമിൽ നിന്ന് ശരണ്യയ്ക്കും ശ്രീധുവിനും താല്പര്യം ഉണ്ടായിരുന്നു, അപ്സരയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശരണ്യയെ സെലക്ട് ചെയ്തു. കോമഡി എന്താണെന്ന് വെച്ചാൽ ഡെൻ ടീമിൽ ഉള്ളത് അർജുനും ഋഷിയുമാണ്. അവർ 2 പേർക്കും പവർ ടീമിൽ പോകണ്ട. അത് ഒരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് ആക്ച്വലി. അത് 2 പേർക്കും പവർ വെച്ച് നീട്ടുമ്പോൾ വേണ്ട എന്ന് ധൈര്യപൂർവ്വം കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്വാളിറ്റിയാണ്. അവർക്ക് പവർ ആവശ്യമില്ല, അവർക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി. അവർക്ക് പവർ ഇല്ലാതെ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. എന്തായാലും 2 പേർക്കും താല്പര്യമില്ല, ടീം ബ്രേക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് ആ പവർ ടീമിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റേ ആൾ ഒറ്റയ്ക്കാവും. ആ ഒരു കമ്പാനിയൻഷിപ്പ്, കമരാഡറി എന്ന് പറയുന്ന സംഭവം അവർക്ക് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല. എന്തായാലും അവസാനം ഒരാളെ സെലക്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അർജുൻ പറഞ്ഞു ഓക്കെ ഞാൻ പോകാം പവർ ടീമിലേക്ക്. അങ്ങനെ 3 പേരാണ് വന്നത്, യമുന, ശരണ്യ, അർജുൻ. അപ്പോൾ 3 പേരും തങ്ങളുടെ വാദം മുന്നോട്ട് വെച്ചു. യമുന എന്തിനാണ് പിന്നെയും പവർ ടീമിലേക്ക് പോകുന്നതെന്ന് അറിയത്തില്ല. 2 തവണ കക്ഷി പവർ ടീമിലായിരുന്നു, അവിടെ ഒരു പവറും കാണിച്ചില്ല. എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല യമുന പ്രത്യേകിച്ച് പവർ ടീമിലുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. യമുന എവിടെയും നല്ല അദൃശ്യ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ ഒച്ചപ്പാട് ഉണ്ടാകുന്നതല്ലാതെ യമുന ആക്ച്വലി ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പല ടാസ്കുകളിലും യമുന മുന്നോട്ട് വരാൻ പ്രശ്നമാണ്. കാരണം ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ യമുന ബിഗ് ബോസിലും കൂടുതൽ ദൂരം മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർ എവിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും അവർ പവർ ടീമിലേക്ക് പിന്നെയും പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും പവർ ടീമിലേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവർ അതിനുള്ള റീസണും പറഞ്ഞു. ശരണ്യം തന്റെ റീസൺ പറഞ്ഞു, അർജുനും പറഞ്ഞു. അർജുന് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അർജുൻ പ്രസന്റ് ചെയ്തത് താൻ എന്തുകൊണ്ട് പവർ ടീമിൽ പോകണം എന്നുള്ളത്. പറഞ്ഞു താൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഫേവറിസം ഇല്ലാതെ കാര്യങ്ങൾ പറയും തുടങ്ങിയ കാര്യങ്ങളാണ് അർജുൻ പറഞ്ഞത്. എന്തായാലും ഡിസ്കഷനിൽ ജിൻഡോ പറഞ്ഞത് ശരണ്യയുടെ പേരാണ്. ജിൻഡോയ്ക്ക് തോന്നുന്നത് താനല്ല മറ്റൊരു ആണ് പവർ ടീമിൽ വരേണ്ട ആവശ്യമില്ല എന്ന് ആണ് ജിൻഡോയുടെ മനസ്സിലിരിപ്പെന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ജിൻഡോ പറഞ്ഞ പേര് ശരണ്യയുടേതാണ്. പക്ഷേ രശ്മിൻ പറഞ്ഞു അല്ല, അർജുനാണ് വരേണ്ടത്. കാരണം അർജുൻ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ ആണ്, കാര്യകാരണ സഹിതം ഓരോന്നും വിശദീകരിക്കാൻ അറിയാം.
അതുമല്ല ഒരു നല്ല ഗെയിമറാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു ഫേവറിസം ഇല്ലാതെ കളിക്കുന്ന ഒരാൾ തന്നെയാണ് അർജുൻ. അങ്ങനെ ആക്ച്വലി അർജുൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ്. അദൃശ്യനാണ് പലപ്പോഴും എങ്കിലും അർജുൻ ഇപ്പോൾ മുന്നേക്ക് വരുന്നുണ്ട്. ആൻഡ് അർജുൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. ഭയങ്കര കൂളായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം ഹിരയാമ പോലുള്ള ഒരു വലിയ ഡിസീസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതും കൂടെ ആലോചിക്കണം നിങ്ങൾ. ആ ഡിസീസും വെച്ചുകൊണ്ടാണ് കക്ഷി കളിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അർജുൻ. അപ്പോൾ അർജുൻ പവർ ടീമിൽ വരുന്നത് നല്ലത് തന്നെയാണ്. ബിഗ് ബോസിലും അർജുൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. കാരണം അത് പലർക്കും ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലർക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അർജുനെ കാണുന്നത് തന്നെ. എന്തായാലും അർജുനെ സെലക്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അർജുൻ അങ്ങനെ പവർ ടീമിലേക്ക് ഫ്രീ ആയിട്ട് കടന്നു കയറി. അപ്പോൾ ഈ പവർ ടീമിലുള്ളത് ജിൻഡോയും രശ്മിനും അർജുനുമാണ്. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അതിനിടെ നമ്മുടെ ജാസ്മിൻ പവർ ടീമിലേക്ക് പോകണമെന്ന് പറഞ്ഞത് ഗബ്രിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഗബ്രി ഉദ്ദേശിക്കുന്നത് തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് മുന്നോട്ട് പോകണം എന്നാണെന്ന് തോന്നുന്നു. കാരണം ഒരുമിച്ച് കളിക്കുമ്പോൾ അവർക്ക് സ്ട്രാറ്റജി കൂടുതൽ ഈസിലി മെനയാൻ പറ്റും. രണ്ടുപേർക്ക് ഒരുമിച്ച് ഇന്ന് നാട്ടുകാരെ ഫുൾ അറ്റാക്ക് ചെയ്യുക. അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പറയും, മറ്റൊരാൾക്ക് വേണ്ടി ഇയാൾ പറയും. രണ്ടുപേരും ചേർന്ന് ആരെയൊക്കെ പുറത്താക്കണം, ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചെറിയ ചെറിയതായിട്ട് പ്ലാനിങ് നടത്തുന്നുണ്ട്. ബാത്റൂം പ്ലാനിങ് പോലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ബാത്റൂമിൽ മൈക്കൂരി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ജിൻഡോ പറഞ്ഞ് ഓർക്കുക. അപ്പോൾ ജിൻഡോയ്ക്ക് സംശയം, ജിൻഡോ മണ്ടത്തരമാണ് പറയുന്നത് പല കാര്യങ്ങളെങ്കിലും ചില കാര്യങ്ങൾ കറക്റ്റ് ആവാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർ പല കാര്യങ്ങളും പലയിടത്ത് വെച്ചായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഗബ്രി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതൊരു നല്ല അടിയായിരുന്നു ഗബ്രിക്ക്. അപ്പം ഗബ്രി വാവ പിണങ്ങി, തക്കുട് വാവ പിണങ്ങി. രാത്രി ആയപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസും അപ്പവും ഒക്കെ വന്നു, ചിക്കനും ഒക്കെ വന്നു, കേക്കൊക്കെ ഓൾറെഡി മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള. അപ്പോൾ തക്കുടുവാവ പറയുന്നത് എനിക്ക് ഡിന്നർ വേണ്ടെന്നാണ്. തക്കുടുവാവ ജാസ്മിനോട് പിണങ്ങി. തന്നെ ഒറ്റയ്ക്കിട്ട് പോകാതെ നോക്കിയ ജാസ്മിനോട് തക്കുടുവാവ പിണങ്ങി. ഈ തക്കുടുവാവ മിക്കവാറും ശ്രീധുവിനെ നോട്ടിട്ടുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. ശ്രീധു അർജുനുമായിട്ട് ചില കണക്ഷൻസ് ഉള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അവർ അങ്ങനെ പ്രത്യക്ഷത്തിലൊന്നുമില്ല. ഗബ്രിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സപ്പോർട്ട് ആവശ്യമാണ് എപ്പോഴും. അപ്പോൾ ജാസ്മിനും ഇപ്പോൾ തഴയുന്നു എന്ന് തോന്നി, അല്ലെങ്കിൽ ഇങ്ങനൊരു ചാട്ടം ചാടുമെന്ന് ഗബ്രി വിചാരിച്ചില്ല. ഒരു അഥവാ പവർ ടീമിൽ പോയി സെലക്ട് ആയിപ്പോയിരുന്നെങ്കിൽ ഗബ്രി ഒറ്റയ്ക്കാണ്. അപ്പൊ ഗബ്രി വിചാരിച്ചിരുന്നത് ജാസ്മിനെ മുന്നിൽ നിർത്തി കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ജാസ്മിൻ വിചാരിച്ചിരുന്നത് ഗബ്രി മുന്നിൽ നിർത്തി കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രശ്നത്തിന് ശേഷം ജാസ്മിന് ഒരു ചാഞ്ചാട്ടമുണ്ട്. അപ്പം ജാസ്മിൻ നോക്കിയപ്പോൾ പവർ ടീമിൽ പോയാൽ എവിക്റ്റ് ആവില്ല. പവർ ടീമിൽ എത്ര ആളുണ്ടോ അത്രയും നാൾ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഈ ഗബ്രിയുമായിട്ടുള്ള കണക്ഷൻ എന്നുള്ള പ്രശ്നം ഒഴിവായി കിട്ടും. അതും ഇതിനു മുമ്പുള്ള ദിവസം സാറ്റർഡേ വന്നപ്പോൾ ലാലേട്ടൻ കുറച്ച് ക്ലിപ്സ് കാണിച്ചതൊക്കെ ജാസ്മിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ക്ലിപ്പുകൾ തന്നെയാണ്. എല്ലാ ക്ലിപ്പുകളിലും ഇവർ ഒരുമിച്ചിരിക്കുന്നതാണ്. ഒരു ക്ലിപ്പിലാണെങ്കിൽ ജാസ്മിന്റെ മുകളിൽ കയറിയെന്ന് ഗബ്രി മസാജ് ചെയ്യുന്ന സീൻ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജാസ്മിന് നെഗറ്റീവായിട്ട് വരുമെന്ന് ജാസ്മിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ ടീമിൽ നിന്ന് പുറത്തു പോകുന്നത് ജാസ്മിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് കാര്യമായിരിക്കും. അതോടൊപ്പം ഈ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാം. അതേസമയം ഗബ്രി വിചാരിക്കുന്നത് തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോൾ ജാസ്മിൻ രക്ഷപ്പെടും. പക്ഷെ എവിക്ഷനിൽ വന്നാൽ ഗബ്രി ഔട്ട് ആവാനുള്ള സാധ്യത കൂടും അയാൾ ഒറ്റയ്ക്കാണെങ്കിൽ. അതല്ലെങ്കിൽ ജബ്രി ടീമാണെങ്കിൽ എവിക്ഷനുള്ള സാധ്യത കുറച്ചെങ്കിലും കുറയും എന്നായിരിക്കണം ഗബ്രി വിചാരിക്കുന്നത്. അപ്പം താൻ എവിക്ഷനിലേക്ക് പോകുമെന്ന് ഭയന്നിട്ടാവോ എന്തായാലും, അതോ തന്നെ പ്രണയാതുരനായ തന്നെ ജാസ്മിൻ ഇട്ടിട്ട് പോയത് കൊണ്ടാണോ എന്തായാലും തക്കുടുവാവ പിണങ്ങി. ഡിന്നർ കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ കിടക്കുന്നുണ്ട്. രാത്രി പോയി രഹസ്യമായിട്ട് എടുത്ത് കഴിച്ചു കാണും എന്തായാലും. അങ്ങനെ ജാസ്മിന്റെ ഗബ്രിയുടെ ഇടയ്ക്ക് ചെറിയൊരു വിള്ളൽ വീണിട്ടുണ്ട്. അവിടെ കളി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിള്ളൽ കൂട്ടാൻ പറ്റും. ആ വിള്ളലിലൂടെ കൂടുതൽ പ്രശ്നങ്ങൾ ഇവർക്ക് ഇടയിൽ ഉണ്ടാക്കാൻ പറ്റും. അതൊരു കണ്ടന്റ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഗെയിമാണെന്നല്ല, ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഗെയിം തന്നെയാണ്. ടോക്സിസിറ്റിയാണ് ബിഗ് ബോസിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നതും കുറച്ച് ആവശ്യമാണ്. അപ്പം ഇന്നലെ വൈൽഡ് കാർഡ് എൻട്രി വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വന്നിട്ടില്ല. ഈ ആഴ്ച അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈസ്റ്റർ എപ്പിസോഡ് കടന്നുപോയത്. അപ്പോൾ ലാലേട്ടൻ ഇട്ടുകൊണ്ടിരുന്ന കോസ്റ്റ്യൂംസ് എല്ലാം വളരെ മുമ്പത്തെ ബിഗ് ബോസ് സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് ഇത്തവണ ഇടുന്നത്. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഡിഫറെൻറ്റ് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ മാറിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ഈസ്റ്റർ ഡേ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ ബോസമ്മ നിലയം പോലുള്ള സ്കിറ്റുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ടീമിലുള്ള ആരെങ്കിലും തന്നെ ഒരു സ്കിറ്റ് എഴുതി കൊടുത്താൽ ഇവർ നല്ല രീതിയിൽ അവതരിപ്പിക്കും. അതല്ല അവരോട് എഴുതിയിട്ട് അവരോട് അവതരിപ്പിക്കാൻ പറയുന്നതൊക്കെ ഒരു കട്ട ശോകമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ സഹിച്ചിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആരെങ്കിലും ആ ടീമിൽ ആരെങ്കിലും, അല്ലെങ്കിൽ ഏഷ്യാനിലെ ആരെങ്കിലും, അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ ഇന്ത്യയിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എൻഡമോൾ ഷൈൻ ഉണ്ട്, പിന്നെ ബാനിജി ആണെന്ന് തോന്നുന്നു. അതിൽ ആരെങ്കിലും ഒന്ന് കാണുന്നെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്ര സ്കിറ്റുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ എഴുതി കൊടുക്കുക, ബാക്കി അവർ അഭിനയിച്ചോട്ടെ. പക്ഷെ അവർ തന്നെ സ്ക്രിപ്റ്റ് പ്രിപ്പയർ, അവർക്ക് എഴുതാനൊന്നും പേനയും പേപ്പറും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും സ്കിറ്റ് പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും പ്രൊവിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ സ്കിറ്റ് എഴുതി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഈസ്റ്റർ എപ്പിസോഡ് നല്ല രസമുണ്ടായിരുന്നു. ജബ്രി ടീമിലുണ്ടായ വിള്ളൽ ആണ് ഈസ്റ്റർ എപ്പിസോഡിന്റെ പ്രത്യേകത.
അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ബിഗ് ബോസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എൻ്റെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.